ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. പുൾമിയ പാസ്ത. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് 2 സോസ് ആവശ്യമുണ്ട്, റെഡ് സോസും വൈറ്റ് സോസും. ആദ്യം നമ്മളിവിടെ വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈറ്റ് സോസ് ഉണ്ടാക്കാനായി ആദ്യം നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഒനിയൻ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. ഒനിയൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആകെ 1 കപ്പ് പാലാണ് ചേർക്കേണ്ടത്. അതിലൊരു കുറച്ച് പാൽ നമ്മൾ ചേർത്ത് മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചീസാണ് ചേർത്തത്. ചീസിൻ്റെ അളവ് നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ oregano കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്നും മാറ്റി. ഇനി നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് പാസ്ത, ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം നമുക്കിത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 സ്പൂൺ റെഡ് സോസ് നമുക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് വൈറ്റ് സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വൈറ്റ് സോസ് നമ്മളൊരു 4-5 സ്പൂൺ ചേർത്ത് കൊടുക്കും. ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് oregano കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യും. അങ്ങനെ നമ്മുടെ പാസ്ത പുള്ളി ചെയ്യാനായിട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് പുള്ളാം. ഇതിന് നമ്മളുടെ പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ ഏറ്റവും വെള്ളസ്റ്റ് പിടിച്ച് ഇതുപോലെ പൊക്കിയെടുക്കും. പ്ലാസ്റ്റിക് പേപ്പർ അങ്ങ് മാറ്റി. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് ഒഴുകി ഇങ്ങനെ എത്തിക്കും. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് സാധാരണ ഉണ്ടാക്കുന്ന പാസ്തയേക്കാളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വൈറ്റ് സോസും റെഡ് സോസും അതുപോലെ തന്നെ ചീസും നമ്മളുടെ oregano ഒക്കെ ചേർത്തിട്ടുള്ള വളരെ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.